Dear children, welcome to another biology class. Okay, today we are continuing our chapter, the name Management of Natural Resources. Okay, in the previous class we already discussed about the forest. Okay, so now let us start with the water resource. Okay, another natural resource is water or the water bodies. So now let us start with the water. Okay, water as a resource. Okay, in this we first deal with water is the basic necessity for all terrestrial forms of life. Regions of water scarcity are closely related to the regions of acute poverty. അതായത് വാട്ടർ ഈസ് എ ബേസിക് നെസസിറ്റി ഫോർ ഓൾ ടെറിസ്ട്രിയൽ ഫോംസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൻ്റെ തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നെസസിറ്റി, ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു ആവശ്യം എന്ന് പറയുന്നതാണ് വാട്ടർ. റീജിയൻസ് ഓഫ് വാട്ടർ സ്കേഴ്സിറ്റി അത് ക്ലോസ്ലി റിലേറ്റഡ് ടു റീജിയൻസ് ഓഫ് അക്യൂട്ട് പോവേർട്ടി. അതായത് എവിടെയാണോ വാട്ടറിൻ്റെ സ്കേഴ്സിറ്റി ഉള്ളത് നമുക്ക് ഷുവറായിട്ട് പറയാം അവിടെ എന്തുണ്ടായിരിക്കും, പോവർട്ടി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാവുന്ന ഒരു സ്ഥലം കൂടിയായിരിക്കും അത്. സോ വാട്ടർ ഈസ് സച്ച് എ എസെൻഷ്യൽ തിങ്. ഓക്കെ, then the second point is failure to sustain water availability has resulted in loss of vegetation cover, diversion for high water demanding crops and pollution from industries and urban waste and less rain. ഓക്കെ, അതായത് വാട്ടറിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, എന്തൊക്കെ സംഭവിക്കും എന്നാണ് പറയുന്നത്. ഒരു ഭാഗത്തെ ലോസ് ഓഫ് വെജിറ്റേഷൻ, ആ ഭാഗത്തെ വെജിറ്റേഷൻ പോകും. അതുപോലെ തന്നെ വളരെയധികം വാട്ടർ ഡിമാൻഡിങ് ആയിട്ടുള്ള ക്രോപ്സ് എല്ലാം അതിൻ്റെയൊക്കെ ഡൈവേർഷൻ സംഭവിക്കും, അതിൻ്റെയൊക്കെ ഉൽപ്പാദനം കുറയും, പ്രൊഡക്ഷൻ കുറയും. ഓക്കെ, ദെൻ പൊല്യൂഷൻ ഫ്രം ഇൻഡസ്ട്രീസ്, വാട്ടർ ബോഡീസ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ട്, ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ കൂടും. അതുപോലെ തന്നെ എന്ത് ചെയ്യും, അതുപോലെ തന്നെ എന്താണ്, അർബൻ വേസ്റ്റ് ആൻഡ് ലെസ് റെയിൻ്റെ ക്വാണ്ടിറ്റി, നമുക്ക് കിട്ടുന്ന റെയിനിൻ്റെ ക്വാണ്ടിറ്റി കുറയും. അതുപോലെ തന്നെ അർബൻ ഏരിയയിൽ സിറ്റീസിലേക്ക് വേസ്റ്റിൻ്റെ അക്യുമുലേഷൻ കൂടും എന്നാണ് പറയുന്നത്. Okay, then the third point is irrigation methods like dams, tanks should be used in various parts of India. Okay, വാട്ടറിൻ്റെ നമുക്ക് നാച്ചുറൽ റിസോഴ്സസ് അല്ലാതെ ഇന്ന് മാൻമെയ്ഡ് ആയിട്ടുള്ള ഒരുപാട് വാട്ടർ ബോഡീസ് ഉണ്ട്, ലൈക്ക് ഡാംസ്, ടാങ്ക്സ്. അതൊക്കെ നമ്മൾ ഇന്ത്യയുടെ വേരിയസ് പാർട്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദാറ്റ്സ് അബൌട്ട് വാട്ടർ ആസ് എ റിസോഴ്സ്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഡീലിംഗ് വിത്ത് we already said an artificial water body or water storing system is dams. So it has so many advantages. What are they? First one is water from a dam is used for irrigation in fields through a network of canals. Dams ensure round the year water supply to crop fields and help raise agriculture production. ഓക്കെ, അതായത് നമുക്ക് ഡാംസിലൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാട്ടർ നമുക്ക് ത്രൂ വേരിയസ് ഇറിഗേഷൻ മെത്തേഡ്സ്, ഒരുപാട് ഇറിഗേഷൻ മെത്തേഡുകളിലൂടെ നമുക്ക് ക്രോപ്പ് ഫീൽഡിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ, കനാൽസിലൂടെയൊക്കെ നമുക്ക് ക്രോപ്പ് ഫീൽഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടുത്തെ പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും. ഓക്കെ, ഡാംസ് എൻഷ്യൂർ ദ റൗണ്ട് ഇയർ water supply to crop fields and rise agriculture production. So we can increase the agriculture production. Okay, the second point is water from the dam is supplied to the people in towns and cities through pipelines after suitable treatment. In this way construction of dams ensure the continuous water supply in the region. ഓക്കെ, നമുക്ക് ഈ ഡാമിൽ നിന്നൊക്കെയുള്ള വെള്ളം സിറ്റീസിലേക്ക് പൈപ്പ് ലൈൻ വഴി എത്തിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാമല്ലേ, നമ്മുടെ വില്ലേജത്തെ പോലെയല്ല, സിറ്റികളിൽ വാട്ടർ നമ്മൾ പേ ചെയ്ത് വാങ്ങേണ്ട ഒരു സമയമാണിപ്പോൾ, എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് സമ്മറിലൊക്കെ. അപ്പോൾ അവിടേക്ക് നമ്മൾ ഈ ഡാമിൽ നിന്നുള്ള വെള്ളം ഒരുപാട് ട്രീറ്റ്മെൻറ്റിലൂടെ, ഓക്കെ, വേരിയസ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പ്യൂരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അങ്ങനെ പ്യൂരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡ്രിങ്കിങ് പർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, then the third point is the falling water or flowing water from the dams is used for generating electricity. The water rushing down the dam turns turbines which റൺ ഇലക്ട്രിക് ജനറേറ്റേഴ്സ്. ഓക്കെ, അതായത് ഡാമിൽ നിന്ന് നമുക്ക് ഫോൾ ചെയ്യുന്ന വെള്ളം, വാട്ടർ ഫോളിൽ നിന്ന് നമുക്കറിയാം വി ക്യാൻ ജനറേറ്റ് ഇലക്ട്രിസിറ്റി ഫ്രം വാട്ടർ ഫോൾ. ഓക്കെ, വാട്ടർ കറൻറ്റിൽ നിന്ന് നമുക്ക്, അതായത് വാട്ടറിൻ്റെ ഫ്ലോയിൽ നിന്ന് നമുക്ക് കറൻറ്റിനെ എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്യാൻ
പറ്റുമല്ലേ? So we can convert the water flow into electricity. Okay, these are the main advantages of dams. Okay, then we are dealing with the disadvantages also. Okay, നമ്മൾ അഡ്വാൻറ്റേജസ് പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് ഡീൽ ചെയ്യുന്നത് ഡാംസിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ, മെയിനായിട്ട് ത്രീ മെയിൻ ഹെഡിങ്സിലാണ് ഡിസഡ്വാൻറ്റേജസ് പറയുന്നത്. ഫസ്റ്റ് വൺ സോഷ്യൽ പ്രോബ്ലം, സെക്കൻഡ് ഈസ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലം, ആൻഡ് ദ തേർഡ് ഈസ് എക്കണോമിക് പ്രോബ്ലം. ഓക്കെ, വാട്ട് ഈസ് അബൌട്ട് സോഷ്യൽ പ്രോബ്ലം? Due to the construction of high-rise dams, a large number of human settlements, that is villages, are submerged in the water of large reservoir formed by the dam, and many people are rendered homeless. This creates a social problem. Okay, നമുക്കറിയാം ഡാം എന്ന് പറയുമ്പോൾ എന്താണ്, ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ ഡാം നമ്മൾ ബിൽഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവിടെയൊക്കെ പ്രത്യേകിച്ച് വില്ലേജേഴ്സൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവിടെയൊക്കെ ഇൻഹാബിറ്റ് ചെയ്യുന്ന സ്ഥലമായിരിക്കാം അവർ. അപ്പോൾ അവരെയൊക്കെ ഒഴിപ്പിച്ചിട്ട് വേണ്ടി വരും നമ്മൾ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവരൊക്കെ ഹോംലെസ് ആവുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് അബൌട്ട് സോഷ്യൽ പ്രോബ്ലം. അതൊരു സോഷ്യൽ ഇഷ്യൂ ആണ്. സോ ദാറ്റ് ഈസ് സോഷ്യൽ പ്രോബ്ലം. ഓക്കെ, ദ സെക്കൻഡ് വൺ ഈസ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലം. എന്താണ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലം? ദി കൺസ്ട്രക്ഷൻ ഓഫ് ഹൈ റൈസ് ഡാംസ് ഓൺ ദ റിവേഴ്സ് contributes to deforestation and loss of biodiversity. This is because a vast variety of flora and fauna, that is plants and animals, get submerged in the water or large reservoir formed by the dam and disturb the ecological balance. Okay, അതായത് എൻവയോൺമെൻറ്റൽ പ്രോബ്ലം എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഡാം കവർ ചെയ്യുന്നത്. അപ്പോൾ ആ ഡാം അവിടെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടുത്തെ എന്ത് ചെയ്യും, ഒരു ഫോറസ്റ്റ് ഏരിയ ആണെങ്കിൽ, സാധാരണ ഈ ഡാംസൊക്കെ ബിൽഡ് ചെയ്യുന്ന ഒരു ഹൈ റേഞ്ച് ഏരിയയിലായിരിക്കും. അപ്പോൾ അവിടുത്തെ ആണെങ്കിൽ എന്ത് ചെയ്യും, വാസ്റ്റായിട്ട് ഒരു ഏരിയയിൽ നമുക്ക് ഫ്ലോറയും ഫോണയും ഫോറസ്റ്റ് ഒക്കെ നമുക്ക് അവിടുത്തെ നശിപ്പിക്കേണ്ടി വരും. ദാറ്റ്സ് ഈസ് റിയലി അഗെയിൻസ്റ്റ് ദ എൻവയോൺമെൻറ്റ്. ഓക്കെ, അത് എൻവയോൺമെൻറ്റ് റിയലി അഗെയിൻസ്റ്റ് ആണ്. സോ ദാറ്റ്സ് അനദർ പ്രോബ്ലം, ദാറ്റ് ഈസ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലം. ഓക്കെ, ദ തേർഡ് വൺ ഈസ് എക്കണോമിക് പ്രോബ്ലം. എന്താണ് എക്കണോമിക് പ്രോബ്ലം? നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം അല്ലേ. എന്താണ്? സം പീപ്പിൾ സേ ദാറ്റ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഹൈ റൈസ് ഡാംസ് ഇൻവോൾവ്സ് ദ സ്പെൻഡിങ് ഓഫ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് പബ്ലിക് മണി വിതൗട്ട് ദി ജനറേഷൻ ഓഫ് പ്രൊപ്പോർഷനേറ്റ് ബെനിഫിറ്റ്സ്. അതായത് ഒരു കൂട്ടം ജനങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡാം അറിയാലോ പബ്ലിക് പ്രോപ്പർട്ടി ആണ് അല്ലേ. അപ്പോൾ എന്താണ് എക്കണോമിക് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഒരു വേണ്ടത്ര ബെനിഫിറ്റ് കിട്ടുന്നില്ല ഡാമിനെ കൊണ്ട്. അതിൽ നമ്മൾ ഒരുപാട് ക്രോഴ്സ് നമ്മൾ ഇറക്കേണ്ടി വരുന്നുണ്ട്, പക്ഷേ അത്രത്തോളം ബെനിഫിറ്റ് ഇല്ല എന്നാണ് ഒരു കൂട്ടം പറയുന്നത്. ദാറ്റ്സ് അബൌട്ട് എക്കണോമിക് പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നമ്മൾ അത്രയും പറഞ്ഞ ഡാം കഴിഞ്ഞു. ഇനി പൊല്യൂഷൻ ഓഫ് വാട്ടറിൻ്റെ പൊല്യൂഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. ദ പൊല്യൂഷൻ ഓഫ് വാട്ടർ ഈസ് കോസ്ഡ് ബൈ ദ ഡംപിങ് ഓഫ് അൺട്രീറ്റഡ് സീവേജ് ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഇൻ ടു ഇറ്റ്. ദി കണ്ടാമിനേഷൻ ഓഫ് റിവർ വാട്ടർ ക്യാൻ ബി യൂഷ്വലി ഫ്രം 2 ഫാക്ടേഴ്സ്. ഓക്കെ, അതായത് എന്താണ്, ദ പൊല്യൂഷൻ ഓഫ് വാട്ടർ ഈസ് കോസ്ഡ് ബൈ ദ ഡംപിങ് അൺട്രീറ്റഡ് ആയിട്ടുള്ള സീവേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രീറ്റ്മെൻ്റ് ഒന്നും കഴിയാത്തത്. അവ നമ്മൾ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ അവിടെ വേസ്റ്റായിട്ട് റിമെയിൻ ചെയ്യും. അങ്ങനെയുള്ള സീവേജ് എന്ത് ചെയ്യും, സീവേജ് കൊണ്ടുണ്ടാവുന്ന പൊല്യൂഷൻ അങ്ങനെ വാട്ടറിനെ പൊല്യൂട്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും 2 വേസിലൂടെയാണ് വാട്ടർ പൊല്യൂഷൻ നടക്കുന്നത്. ഫസ്റ്റ് എന്താണ്, ദ പ്രസൻസ് ഓഫ് കോളിഫോം ബാക്ടീരിയ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ബാക്ടീരിയ? കോളിഫോം. ഓക്കെ, കോളിഫോം ബാക്ടീരിയ ഇൻ ദ റിവർ വാട്ടർ ആൻഡ് മെഷർമെൻറ്റ് ഓഫ് pH ഓഫ് റിവർ വാട്ടർ. അതായത് നമ്മൾ എപ്പോഴാണ് ഒരു റിവർ വാട്ടർ പൊല്യൂട്ടഡ് ആയി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ, if they are contaminated with coliform bacteria, if they are അതായത് ഒരു വെള്ളത്തിൽ റിവർ വാട്ടറിൽ നമുക്ക് കോളിഫോം ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി കണ്ടാമിനേറ്റഡ്. അത് കണ്ടാമിനേറ്റഡ് ആണ് എന്ന് പറയാം. അതുപോലെ തന്നെ നമുക്കറിയാം ദ പ്യുവർ വാട്ടറിൻ്റെ pH എന്താണ്? 7 ആണ് അല്ലേ, ന്യൂട്രൽ pH ആണ്. ആ pHൽ വേരിയേഷൻ വരുമ്പോഴും നമുക്ക് കണ്ടാമിനേഷൻ ഉണ്ട് എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, then about GAP. What is GAP? The full form of GAP, Ganga Action Plan. Okay, what is that? Ganga Action Plan. നമുക്കറിയാം ഗംഗ എന്ന് പറയുന്നത് ഒരു നദിയാണ് അല്ലേ, അത് റിവറാണ്. സോ അതിനെ പറ്റിയിട്ടുള്ള എന്തോ ഒരു പ്ലാൻ ആണെന്ന് നമുക്ക് ആ വേർഡിൽ നിന്ന് തന്നെ അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, മൾട്ടി ക്രോർ പ്രൊജക്റ്റ്
came in 1985 to improve the quality of ഗംഗ. അതായത് ഗംഗയുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1985 കൊണ്ടുവന്ന ഒരു പ്രൊജക്റ്റാണ് ഈ ഗംഗ ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. ഗംഗ ആക്ഷൻ പ്ലാൻ ഓർ ഗ്യാപ് വാസ് ഫോർമുലേറ്റഡ് ടു റെഡ്യൂസ് ദ പൊല്യൂഷൻ ലോഡ് ഓഫ് റിവർ ഗംഗ ബൈ മോർ ദാൻ 75%. ഓക്കെ, അതായത് ഗംഗ ആക്ഷൻ പ്ലാൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏകദേശം 75%, 75% നമുക്ക് ഗംഗ റിവറിൽ വരുന്ന പൊല്യൂഷനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റി. ഓക്കെ, the water quality has been tested from time to time by checking coliform bacteria, that is a group of harmless bacteria in human intestine. Okay, number per 100 ml. അതായത് നമ്മൾ ഇനി ഒന്നുകൂടി പറയാം. Accordingly a survey was conducted and data was collected the total coliform between 1993 to 1994 which was as below. ഓക്കെ, അതായത് വാട്ട് ഈസ് ദ ഗംഗ ആക്ഷൻ പ്ലാൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു മൾട്ടി ക്രോർ എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ മുടക്കിയ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. അത് കൊണ്ടുവന്ന സമയം എത്രയായിരുന്നു? 1985 ഗംഗ ആക്ഷൻ പ്ലാൻ കൊണ്ടുവന്നത്. ഓക്കെ, എന്തായിരുന്നു ഇതിൻ്റെ പർപ്പസ്? ടു റെഡ്യൂസ് ദ പൊല്യൂഷൻ ഓഫ് വാട്ടർ വിത്തിൻ ഗംഗ റിവറിലുള്ള വാട്ടർ പൊല്യൂഷനെ റെഡ്യൂസ് ചെയ്യാൻ. ബൈ ദിസ് വി ക്യാൻ റെഡ്യൂസ് ഓൾമോസ്റ്റ് 75%. നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റി. ഓക്കെ, എങ്ങനെയായിരുന്നു ഇവർ എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്തത്? ഈ സർവേ എന്ന് പറയുന്നത് അവർ 100 ml വാട്ടറിൽ എത്രത്തോളം നമുക്കറിയാം കോളിഫോം ബാക്ടീരിയയാണ് വാട്ടർ പൊല്യൂട്ട് ചെയ്യാന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എത്ര എമൗണ്ട് കോളിഫോം ബാക്ടീരിയ ഉണ്ട് എന്ന് നോക്കി. ഓക്കെ, അത് നോക്കിയിട്ടാണ് നമ്മൾ എത്രത്തോളം ഈ വാട്ടർ ബോഡി പൊല്യൂട്ടഡ് ആയി എന്ന് കണ്ടുപിടിച്ചത്. ഓക്കെ, ആ സർവേ കണ്ടക്ട് ചെയ്തത് ഇൻ 1993 to 94 എന്ന് പറയുന്ന ആ ഒരു ടൈം പീരീഡിലാണ്. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ഗംഗ ആക്ഷൻ പ്ലാൻ. ഓക്കെ, മനസ്സിലായല്ലോ. ദെൻ ദ നെക്സ്റ്റ് ഈസ് അഡ്വാൻറ്റേജസ് ഓഫ് വാട്ടർ സ്റ്റോർഡ് ഇൻ ഗ്രൗണ്ട്. നമുക്കറിയാം വാട്ടർ നമ്മുടെ ലാൻഡിന് അല്ലെങ്കിൽ ഗ്രൗണ്ടിന് മുകളിൽ മാത്രമല്ല അണ്ടർ ഗ്രൗണ്ടിലും വാട്ടർ ഉണ്ട് അല്ലേ. നമ്മൾ ബോർവെൽസിലൂടെയൊക്കെ നമ്മൾ എടുക്കുന്നത് ഈ അണ്ടർ വാട്ടർ ആണല്ലോ. ഇന്ന് ഒരുപാട് എല്ലാ സ്ഥലത്തും നമുക്ക് ബോർവെൽസ് കാണാം. സോ വി ക്യാൻ യൂസ് ദ അണ്ടർ വാട്ടർ ഇൻ മെനി ഇൻ വൈഡ്ലി. ഓക്കെ, നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഈ ഗ്രൗണ്ട് വാട്ടറിൽ അല്ലെങ്കിൽ അണ്ടർ ഗ്രൗണ്ടിൽ വാട്ടർ സ്റ്റോർ ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, ദ വാട്ടർ സ്റ്റോർഡ് ഇൻ ദ ഗ്രൗണ്ട് ഡസ് നോട്ട് ഇവോപ്പറേറ്റ്. ഓക്കെ, എന്താണ്? ഇങ്ങനെ ഗ്രൗണ്ടിനകത്താണ് വാട്ടർ, അതുകൊണ്ട് തന്നെ ഇത് ഡയറക്റ്റ് ആയിട്ട് സണ്ണിന് എക്സ്പോസ്ഡ് ആണോ? അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഇവോപ്പറേറ്റ് ചെയ്ത് നഷ്ടപ്പെടുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. The second point, the water stored in the ground spread out, recharge wells and provide moisture for crops over a wide area. ഓക്കെ, അതായത് അണ്ടർഗ്രൗണ്ടിലുള്ള വാട്ടർ ആണെങ്കിൽ ആ അണ്ടർഗ്രൗണ്ടിൽ ഇതുപോലെ തന്നെ സബ്വേസ് ഉണ്ടായിരിക്കും. ആ സബ്വേസിലൂടെയൊക്കെ അതിങ്ങനെ പോയി അടുത്തുള്ള വാട്ടർ ബോഡീസുള്ള വെൽസ് ഒക്കെ ഉണ്ടായിരിക്കും. കുളങ്ങളും പോൺസും കിണറുകളും അതൊക്കെ നിറയും. ഓക്കെ, അതിൻ്റെയൊക്കെ ദ ലെവൽ ഓഫ് വാട്ടർ ക്യാൻ ബി ഇൻക്രീസ്ഡ്. ആ വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതിന് സാധിക്കും. അങ്ങനെ നമുക്കതപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. സോ ഇറ്റ്സ് ഓൾസോ എൻ അഡ്വാൻറ്റേജ്. ഓക്കെ, പിന്നെന്താണ്? ദ വാട്ടർ സ്റ്റോർഡ് ഇൻ ദ ഗ്രൗണ്ട് ഡസ് നോട്ട് പ്രൊമോട്ട് ദ ബ്രീഡിങ് ഓഫ് മിസ്കിറ്റോസ്. ഓക്കെ, അതായത് നമുക്കറിയാം നമ്മൾ പുറത്തുള്ള വാട്ടർ ആണെങ്കിൽ എന്താണ്, അതിങ്ങനെ തുറന്നു വെച്ചിരിക്കുന്ന പുഴകളിലും കുളങ്ങളിലും അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഈ സ്റ്റാഗ്നൻറ്റ് വാട്ടറിൽ ധാരാളം മിസ്കിറ്റോസ് ബ്രീഡ് ചെയ്യും. അണ്ടർഗ്രൗണ്ടിലാവുമ്പോൾ അത് എക്സ്പോസ്ഡ് അല്ല, അതുകൊണ്ട് തന്നെ മിസ്കിറ്റോസ് ബ്രീഡ് ചെയ്യുന്ന പ്രശ്നവും വരുന്നില്ല. ഓക്കെ, ദ ഫൈനൽ പോയിന്റ് ഈസ് ദ വാട്ടർ സ്റ്റോർഡ് ഇൻ ദ ഗ്രൗണ്ട് ഈസ് പ്രൊട്ടക്റ്റഡ് ഫ്രം കണ്ടാമിനേഷൻ ബൈ ഹ്യൂമൻ ആൻഡ് ആനിമൽ വേസ്റ്റ്. ഓക്കെ, അതായത് ഇറ്റ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ഫ്രം വേസ്റ്റേജ്, എസ്പെഷ്യലി ഫ്രം ആനിമൽസ് ആൻഡ് ഹ്യൂമൻ എക്സ്ക്രീറ്റ. അതായത് ഹ്യൂമൻ എക്സ്ക്രീറ്റ, ആനിമൽ എക്സ്ക്രീറ്റ ഒന്നും വരാതെ അതൊന്നും ഉള്ളിലേക്ക് പോകുന്നില്ല, ഗ്രൗണ്ട് വാട്ടറിൽ തട്ടുന്നില്ല. സോ ഇറ്റ് ക്യാൻ ബി സേഫ്. അത് വളരെ സേഫാണ് ആ വാട്ടർ. സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് വാട്ടർ സ്റ്റോർഡ് ഇൻ ഗ്രൗണ്ട്.
ആൻഡ് അഗെയിൻ വി ആർ നെക്സ്റ്റ് ഡീലിംഗ് വിത്ത്, ഇപ്പം നമ്മൾ ഏതൊക്കെ പറഞ്ഞു, ആദ്യം ഫോറസ്റ്റ് പറഞ്ഞു, നാച്ചുറൽ റിസോഴ്സ്, പിന്നെ വാട്ടർ ബോഡി പറഞ്ഞു, പിന്നെന്താണ്, പിന്നെ നെക്സ്റ്റ് നാച്ചുറൽ റിസോഴ്സിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്, ദാറ്റ് ഈസ് കോൾ ആൻഡ് പെട്രോളിയം. ഓക്കെ, വാട്ട് ഈസ് കോൾ ആൻഡ് പെട്രോളിയം? വി നോ ദാറ്റ് ദീസ് ആർ ദ ഫോസിൽ ഫ്യൂവൽസ്. ഇത് ഫോസിൽ ഫ്യൂവൽസ് ആണെന്ന് നമുക്കറിയാം. സോ ഈസ് ഓൾസോ എക്സോസ്റ്റബിൾ. ഇത് വളരെ എക്സോസ്റ്റബിളും ആണ് അല്ലേ. ഓക്കെ, the coal and petroleum are fossil fuels found in the earth crust. ഓക്കെ, എർത്തിൻ്റെ ക്രസ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അകത്ത്, ആ ഭാഗത്ത് ഭൂമിയുടെ കുഴിച്ചെടുത്ത് കഴിഞ്ഞാൽ എർത്ത് ക്രസ്റ്റിൽ കാണുന്ന എന്താണ്, രണ്ട് ഫോസിൽ ഫ്യൂവൽസ് ആണ് കോളും പെട്രോളിയവും. ദേ ആർ നോൺ റിന്യൂവബിൾ ആൻഡ് എക്സോസ്റ്റബിൾ റിസോഴ്സസ്. ഓക്കെ, മാം പറഞ്ഞു തന്നെയാണ്, അതായത് ഇത് നോൺ റിന്യൂവബിൾ ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിന് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഇത് ഇല്ല, നമ്മൾ എടുക്കും തോറും കഴിഞ്ഞു വരും. അതാണ് നോൺ റിന്യൂവബിൾ ആണ്, പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതാണ്. ആൻഡ് എക്സോസ്റ്റബിൾ, എടുക്കും തോറും കഴിഞ്ഞു വരുന്നതാണ്. ഇതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അങ്ങനെയുള്ള ഒരു എന്താണ്, രണ്ട് നാച്ചുറൽ റിസോഴ്സ് ആണ് ഇത്, കോൾ ആൻഡ് പെട്രോളിയം. ഫസ്റ്റ് വി ഡീലിംഗ് വിത്ത് കോൾ. വാട്ട് ഈസ് ദിസ്? Coal is combustible fossilized rock derived from a large accumulation of plant remains that gradually compressed. ഓക്കെ, അതായത് ഒരുപാട് ക്വാണ്ടിറ്റി പ്ലാന്റ് റിമൈൻസ്, റെമനൻസ് ഉണ്ട് പ്ലാന്റ്സിൻ്റെ, ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് അങ്ങനെയുള്ള പ്ലാന്റ് റെമനൻസ് നമ്മുടെ മണ്ണിനടിയിൽ കിടന്ന് കംപ്രസ് ചെയ്തിട്ട് ഉണ്ടാകുന്നതാണ് എന്താ, ഈ കോൾ എന്ന് പറയുന്നത്. കോൾ അഥവാ കൽക്കരി എന്നാണ് മലയാളം. ഓക്കെ, കോൾ ഈസ് ദ കമ്പസ്റ്റബിൾ ആയിട്ടുള്ള കത്തിക്കാൻ പറ്റുന്ന ഫോസിലൈസ്ഡ് റോക്ക് ഡിറൈവ്ഡ് ഫ്രം ലാർജ് അക്യുമുലേഷൻ ഓഫ് പ്ലാന്റ് റിമൈൻസ് ദാറ്റ് ഈസ് ഗ്രാജുവലി കംപ്രസ്ഡ്. അങ്ങനെ കംപ്രസ് ചെയ്തിട്ട് ഉണ്ടായതാണ്, ഈ പ്ലാന്റ് റിമൈൻസ് നിന്ന് ഉണ്ടായതാണ് കോൾ എന്ന് പറയുന്നത്. കോൾ ഈസ് യൂസ്ഡ് ഫോർ കുക്കിംഗ്, ഹീറ്റിംഗ്, ഇൻഡസ്ട്രി ആൻഡ് തെർമൽ പവർ പ്ലാന്റ്സ് എക്സെട്ര. ഓക്കെ, അതായത് ഈ കോള് നമ്മൾ അതിൽ നിന്ന് എനർജി, ഓക്കെ, അത് കമ്പസ്റ്റബിൾ ആണെന്ന് പറഞ്ഞു, അപ്പോൾ അതിൽ നിന്ന് ഫയർ പ്രൊഡ്യൂസ് ചെയ്യും. സോ വി ക്യാൻ ഗെറ്റിംഗ് എനർജി ഫ്രം ദാറ്റ്. അതിൽ നിന്ന് എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. ആ എനർജി ഉപയോഗിച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും, ഹീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻഡസ്ട്രീസും തെർമൽ പവർ പ്ലാന്റ്സിലൊക്കെ നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. സോ ദാറ്റ്സ് എബൌട്ട് കോൾ. നെക്സ്റ്റ് യു ആർ ഡീലിംഗ് വിത്ത് പെട്രോളിയം. പിന്നെ നമ്മൾ പറയുന്നത് എന്താണ്, പെട്രോളിയം ആണ്. പെട്രോളിയം ഈസ് അനദർ ഫോസിൽ ഫ്യൂവൽ ദാറ്റ് ഒക്യൂർസ് ഇൻ ദ ഫോം ഓഫ് ലിക്വിഡ് ഓയിൽ. പെട്രോളിയം എന്ന് പറയുന്നത് മറ്റൊരു ഫോസിൽ ഫ്യൂവലാണ്. അതേത് ഫോമിലാണ്? ഒരു ലിക്വിഡ്, ഒരു ഓയിലിൻ്റെ പോലെയാണ്. നമുക്കറിയാമല്ലേ, ഇതൊന്നും കൂടുതൽ പറയേണ്ട, നമുക്ക് പെട്രോൾ കാണാത്ത ആരും ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഒരു ഓയിലാണ്. ഇറ്റ് ഹാസ് ബീൻ ഫോംഡ് ഇൻ ദ പാസ്റ്റ്. ഓക്കെ, ഇത് ഏകദേശം ഉണ്ടായത്, പെട്രോള് നമ്മൾ കണ്ടുപിടിച്ചത് ഏകദേശം 20 crores years ഓൾഡ്, 20 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ഇത് ഉണ്ടായിട്ടുള്ളത്, നിർമ്മിക്കപ്പെട്ടുള്ളത്. ഫ്രം പ്ലാന്റ് ആൻഡ് ആനിമൽ റിമെയിൻസ് ഒക്യൂർ ഇൻ ദ ഫോം ഓഫ് മിനറൽ ഓയിൽ ഇൻ സെഡിമെൻ്ററി റോക്സ്. ഓക്കെ, അതായത് സെഡിമെൻ്ററി റോക്സിൽ മിനറൽ ഓയിലിൻ്റെ ഫോമിൽ പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും റിമൈൻസിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉണ്ടായിരുന്നു. ആ റിമൈൻസ് കംപ്രസ് ചെയ്തിട്ടാണ് എന്താ, മിനറൽ ഓയിൽ ആയിട്ട് മാറി. ആ മിനറൽ ഓയിൽ സെഡിമെൻ്ററി റോക്സിൽ കാണുമ്പോൾ ദാറ്റ് ഈസ് കോൾഡ് പെട്രോളിയം. ഓക്കെ, അതിനെയാണ് പെട്രോളിയം എന്ന് പറയുന്നത്. പെട്രോളിയം ഈസ് മെയിൻലി യൂസ്ഡ് ആസ് എ ഫ്യൂവൽ ഫോർ ട്രാൻസ്പോർട്ട്, അഗ്രികൾച്ചർ ഓപ്പറേഷൻ, ജനറേറ്റേഴ്സ് ആൻഡ് സം ഇൻഡസ്ട്രീസ്. എൻ്റെ യൂസേജ് ഒക്കെ നമുക്ക് തന്നെ പറയാം അല്ലേ. മെയിനായിട്ട് പെട്രോളിൽ നിന്ന് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലാണ് അല്ലേ. ഇന്ന് ഒരുപാട് വണ്ടികൾ വന്നിരിക്കുകയാണ്, അതിലൊക്കെ മെയിനായിട്ടും പെട്രോൾ ഉപയോഗിക്കുന്ന വെഹിക്കിൾസ് ആണ്. ഓക്കെ, പിന്നെ നമുക്കറിയാം അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് മോട്ടോഴ്സൊക്കെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജനറേറ്റേഴ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില ഇൻഡസ്ട്രീസിലൊക്കെ പെട്രോൾ ഈസ് വെരി എസെൻഷ്യൽ. സോ ദാറ്റ്സ് അബൌട്ട് കോൾ ആൻഡ് പെട്രോളിയം. ബോത്ത് ആർ ദ ഫോസിൽ ഫ്യൂവൽസ്. ഓക്കെ, Next we are also dealing with the methods to conservation of fossil fuels. We already understood that the fossil fuels are so precious, so we should conserve it. What are the ways for conservation? The first one is burning of coal causes air pollution. Okay,
Thus, direct use of coal for the purpose of burning should be avoided. Coal may be converted into liquid fuel and compressed natural gas, that is CNG, through coal gasification. അതായത് കൽക്കരി ഡയറക്റ്റ് നമ്മൾ ബേൺ ചെയ്യുമ്പോൾ അത് വളരെയധികം എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, അങ്ങനെ ബേൺ ചെയ്യുന്ന സമയത്ത് പണ്ട് കൽക്കരി തീവണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ പിക്ചറിൽ കണ്ടിട്ടേ ഉള്ളൂ. ആ സമയത്ത് നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഒരു പുകക്കുഴലായിരിക്കും. ആ കുഴലിൽ നിന്ന് നേരെ മുകളിലേക്ക് ഇങ്ങനെ പുക പോകുന്നതായിട്ട് കാണാം, കറുത്തിട്ട്. ദാറ്റ് ഈസ് കാർബൺ. ആ കറുത്ത പുക എന്ന് പറയുന്നത് കാർബൺ ആണ്, വിച്ച് ഇൻഡ്യൂസ് എയർ പൊല്യൂഷൻ. അത് എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കോളിനെ ബേൺ ചെയ്യുന്നത് അത്ര നല്ലതല്ല. സോ ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ലിക്വിഡ് ഫ്യൂവൽ. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഒരു ലിക്വിഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. നമുക്കറിയാം, കോളിനെ ലിക്വിഡ്സ് ആക്കാൻ നമുക്ക് പറ്റൂലേ, സോളിഡിനെ ലിക്വിഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം അതിനെ നമുക്ക് CNG ഗ്യാസ് ആയിട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റും. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് CNG ആയിട്ട് കൺവേർട്ട് ചെയ്യുക ത്രൂ കോൾ ഗ്യാസിഫിക്കേഷൻ. കോളിനെ ഗ്യാസിഫിക്കേഷൻ നടത്തിയിട്ട് CNG ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് പിന്നീട് അതൊന്ന് ബേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയർ പൊല്യൂഷൻ തടയാൻ പറ്റും. ആൻഡ് വി ക്യാൻ ഓൾസോ യൂസ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒന്ന് കൺസേർവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ വേസ്റ്റേജ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ദെൻ technique should be developed to recover maximum fossil fuel that lies in deep mines and wells. Wastage during extraction and transportation should be avoided. Okay, അതായത് നമുക്കറിയാം, these are fossil fuels. So these are existing within the mines. So we want to extract from these from the mines. നമുക്ക് മൈൻസിൽ, ഖനികളിലാണ് ഈ ഫോസിൽ ഫ്യൂവൽസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വേസ്റ്റേജ് മാക്സിമം മിനിമൈസ് ചെയ്യുക. ഓക്കെ, അതും അധികം പ്രിവെൻറ്റ് ചെയ്തിട്ട് നമുക്ക് മാക്സിമം അതിന് വേണ്ടിയിട്ടുള്ള നോവൽ ടെക്നിക്സ് ഒക്കെ ഉപയോഗിക്കുക. ഓക്കെ, മൈനിങ്ങിന് വേണ്ടിയിട്ട് നോവൽ ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് മാക്സിമം വേസ്റ്റേജ് പ്രിവെൻറ്റ് ചെയ്തിട്ട് നമ്മളതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. The third one is both oil wells and coal mines are prone to catch fire. Therefore, these should be well protected from fire to avoid wastage, pollution and loss of life and property. അതായത് these are very combustible. ഇത് വളരെ easy to become fire. ഓക്കെ, അത് ഫയർ ആവാൻ പെട്ടെന്ന് തന്നെ ഭയങ്കര ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ ഓയിൽ വെൽസും കോൾ മൈൻസൊക്കെ നമ്മൾ വളരെ കവർ ചെയ്തിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യണം. ഓക്കെ, വളരെയധികം കവേർഡ് ആയിരിക്കണം. ഒരിക്കലും അത് ഫയർ ലവിങ് ആണ്. ഒരിക്കലും അത് കത്തിക്കാൻ പാടില്ല. ഒരു വലിയൊരു കമ്പഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം നഷ്ടമുണ്ടാവും. ഓക്കെ, and the next point is overconsumption of oils in automobiles should be checked. We must save oil for future use because of only few years left for its depletion. ഓക്കെ, അതായത് ഇതെന്ന് പറയുന്നത് നമ്മൾ ആനിമൽസ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്ന് പറയുന്ന പോലെ ഇതും അതിൻ്റെ ഒരു എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഒരു ടൈമിലാണ് നമ്മുടെ ഈ പെട്രോളിയം പ്രൊഡക്ട്സ് ഒക്കെ ഉള്ളത്, പെട്രോൾസ്, ഫോസിൽ ഫ്യൂവൽസ് ഉള്ളത്. സോ അതുകൊണ്ട് ഇതിൻ്റെ കൺസപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം റെഡ്യൂസ് ചെയ്യണം. നമ്മൾ കൂടുതൽ വാഹനങ്ങളൊക്കെ എന്താ പറയുക, പ്രൈവറ്റ് വെഹിക്കിൾസൊക്കെ കുറയ്ക്കാനാണ് പറയുന്നത്. പബ്ലിക് ട്രാൻസ്പോർട്ടിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. അങ്ങനെ എങ്കിൽ പെട്രോളിൻ്റെ ഒക്കെ ഉപയോഗം നമ്മൾ വളരെ കുറച്ചാലാണ് ഫ്യൂച്ചർ ജനറേഷനും ഇത് ഉപയോഗിക്കാൻ പറ്റൂ എന്നാണ് പറയുന്നത്. Okay, the final point is alternative source of energy such as hydroelectric, nuclear, solar and wind power or biogas plant should be encouraged. Okay, നമ്മൾ ഇതിൻ്റെ ആൾട്ടർനേറ്റീവ് സോഴ്സസ് ആണ്. എന്തിന്? എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള ആൾട്ടർനേറ്റീവ് സോഴ്സാണ് സോളാർ, ഹൈഡ്രോ ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടറിൽ നിന്ന് ദ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ഫ്രം വാട്ടർ. പിന്നെ അതുപോലെ തന്നെ ന്യൂക്ലിയർ, അതുപോലെ തന്നെ വിൻഡ്, കാറ്റിൽ നിന്ന് എനർജി, അങ്ങനെ അനദർ സോഴ്സസ് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുക? എനർജിക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, ദെൻ വി ആർ ഡീലിംഗ് വിത്ത് 3 R's. സേവ് ടു എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റിനെ സേവ് ചെയ്യുന്നതിന് ഇപ്പം നമ്മൾ നാച്ചുറൽ റിസോഴ്സസ് പറഞ്ഞു, ആദ്യം ഫോറസ്റ്റ് പറഞ്ഞു, പിന്നെ വാട്ടർ പറഞ്ഞു, പിന്നെ ഫോസിൽ ഫ്യൂവൽസ് പറഞ്ഞു. സോ ദീസ് ആർ വെരി പ്രഷ്യസ് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ഇങ്ങനെയുള്ള ഈ എൻവയോൺമെൻറ്റിനെ നമുക്ക് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ സേവ് ചെയ്യാം? മെയിനായിട്ട് 3 R'സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് റെഡ്യൂസ്, second R is indicating recycle, the third is reuse. Okay, what is mean by reduce? Reduce means the minimizing the usage
ഓക്കെ, യൂസേജിനെ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് റെഡ്യൂസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇറ്റ് മീൻ ഷുഡ് മിനിമൈസ് ഓർ യൂസ് ഓക്കെ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, സോഴ്സ് ഓഫ് എനർജി ആൻഡ് ഫുഡ് മെറ്റീരിയൽസ്. ഇങ്ങനെയുള്ള നാച്ചുറൽ റിസോഴ്സസിൻ്റെ യൂസേജിനെ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് റെഡ്യൂസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. സെക്കൻഡ്, റീസൈക്കിൾ. റീസൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് മീൻസ് ദാറ്റ് വി ഷുഡ് കളക്ട് ദ മെറ്റീരിയൽസ് ലൈക്ക് പേപ്പർ, പ്ലാസ്റ്റിക്, ഗ്ലാസ്, മെറ്റൽ ഐറ്റംസ്. ദീസ് മെറ്റീരിയൽസ് ഷുഡ് ബി റീസൈക്കിൾഡ് ടു ഒബ്റ്റെയിൻ മെറ്റീരിയൽസ് എഗെയിൻ യൂസ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്ലാസ്റ്റിക്, അതുപോലെ തന്നെ ഗ്ലാസ്, മെറ്റൽ ഐറ്റംസ് ഒക്കെ നമ്മുടെ ഒരു ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് കേടുവന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും മറ്റെന്തെങ്കിലും ഉൽപ്പന്നമായിട്ട്, മറ്റെന്തെങ്കിലും പ്രൊഡക്റ്റായിട്ട് മാറ്റിയിട്ട് അതിന് വീണ്ടും നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, അത് അങ്ങനെ വീണ്ടും നമ്മൾ അതിനെ മറ്റൊരു രീതിയിൽ ഉപയോഗിക്കുന്നതിനെയാണ് റീസൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദ തേർഡ് വൺ ഈസ് റീയൂസ്. റീയൂസ് എന്താണ്? ഇൻ ദിസ് സ്ട്രാറ്റജി വി ഷുഡ് ബി എൻകറേജ്ഡ് ടു യൂസ് തിങ്സ് എഗെയിൻ ആൻഡ് എഗെയിൻ ഇൻസ്റ്റെഡ് ഓഫ് ത്രോയിങ് ദം എവേ. ഫോർ എക്സാമ്പിൾ, പ്ലാസ്റ്റിക് ബോട്ടിൽ ഷുഡ് ദോസ് ഗെറ്റ് ഇൻ ജാംസ് ആൻഡ് പിക്കിൾസ് ക്യാൻ റീയൂസ്ഡ് ഫോർ സ്റ്റോറിങ് തിങ്സ് ഇൻ ദ കിച്ചൺ. ഓക്കെ, അതായത് റീയൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ബോട്ടിൽ എന്ത് കിട്ടി, ഒരു ഗീയുടെ ഒരു ബോട്ടിൽ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആ ഗീ എടുത്തു കഴിഞ്ഞു, ആ ബോട്ടിൽ അങ്ങനെ വലിച്ചെറിയാതെ നമ്മൾ എന്ത് ചെയ്യുക, അത് കഴുകി വൃത്തിയാക്കിയിട്ട് മറ്റ് ജാംസ് ആക്കുന്നതിനോ പിക്കിൾസ് ആക്കുന്നതിനോ മറ്റ് കറി പൗഡേഴ്സ് ആക്കുന്നതിനോ എന്തിനെങ്കിലും വേണ്ടി നമ്മൾ മറ്റാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ദാറ്റ് ഈസ് റീയൂസ്. വീണ്ടും യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദ 3 R's: റെഡ്യൂസ്, റീസൈക്കിൾ ആൻഡ് റീയൂസ്. ഓക്കെ, ദെൻ ദ ഫൈനൽ വൺ ഈസ് സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ പോയിൻ്റാണിത്, സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ്. നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ എന്താണ് സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ്. വി ഓൾസോ തോട്ട് അബൌട്ട് ദ ഫ്യൂച്ചർ. നമ്മൾ ഫ്യൂച്ചറിനെ കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട്, അവരുടെ കൂടി ആവശ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ലിമിറ്റഡ് ആയിട്ട് ഇന്നത്തെ റിസോഴ്സസിനെ ഉപയോഗിക്കുമ്പോൾ അതിനെയാണ് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് ഓഫ് ഫോറസ്റ്റ് റിസോഴ്സസ് വൈസ്ലി ടു മേക്ക് ഇറ്റ് അവൈലബിൾ ഫോർ ഫ്യൂച്ചർ ജനറേഷൻസ്. ഇവിടെ ഫോറസ്റ്റ് റിസോഴ്സസ് എന്നാണ് പറയുന്നത്. ഫോറസ്റ്റ് മാത്രമല്ല, മറ്റെല്ലാ നാച്ചുറൽ റിസോഴ്സസും വൈസായിട്ട് വളരെ ബുദ്ധിയോടുകൂടി നമ്മൾ മാനേജ്മെൻറ്റോടുകൂടി യൂസ് ചെയ്യുക. ആൻഡ് ഓൾസോ മേക്ക് ഇറ്റ് അവൈലബിൾ ഫോർ ഫ്യൂച്ചർ ജനറേഷൻസ്. നമ്മുടെ വരും തലമുറയ്ക്ക് കൂടി, ഫ്യൂച്ചർ ജനറേഷന് കൂടി അവൈലബിൾ ആകുന്ന രീതിയിൽ ഇവയെ യൂസ് ചെയ്യുക. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഈസ് ഡെവലപ്മെൻറ്റ് എൻകറേജസ് the judicious use of natural resources to meet the current basic human needs. അതായത് ഇങ്ങനെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് മീൻ ചെയ്യുന്നത് എന്താണ്? നമുക്ക് ഡെവലപ്മെൻറ്റും നടക്കണം, അതുപോലെ തന്നെ ജുഡീഷ്യസ് എന്ന് പറഞ്ഞാൽ ഒരു നിയതമായ രീതിയിൽ, ഒരു വളരെ ഈക്വലായ രീതിയിൽ നമുക്ക് നാച്ചുറൽ റിസോഴ്സസ് എല്ലാവർക്കും എത്തുന്ന രീതിയിൽ യൂസ് ചെയ്യുക. ഓക്കെ, വൈൽ പ്രിസർവിങ് ദ റിസോഴ്സസ് ഫോർ നീഡ്സ് ഓഫ് ഫ്യൂച്ചർ ജനറേഷൻസ്. നമ്മുടെ ഡെവലപ്മെൻറ്റും പോസിബിൾ ആവണം, അതുപോലെ തന്നെ ഫ്യൂച്ചറിൻ്റെ നീഡ്സും സാറ്റിസ്ഫൈ ചെയ്യണം. ദാറ്റ് ഈസ് സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ്. ഓക്കെ, അങ്ങനെ ഒരു സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് നമ്മുടെ നേച്ചറിനെ സേവ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാകുമ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ ഫിനിഷ് ചെയ്യുകയാണ്. ഓക്കെ, ഒന്നുകൂടെ നമുക്കൊന്നുകൂടെ ആദ്യം മുതൽ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം എന്തൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത് എന്ന്. ഫസ്റ്റ് നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയത് ദ മാനേജ്മെൻറ്റ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് എന്നായിരുന്നു. ആ ചാപ്റ്ററാണ്. ആദ്യം നമ്മൾ ടൈപ്പ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് പറഞ്ഞു, എക്സോസ്റ്റബിൾ, എക്സോസ്റ്റബിൾ അതെന്താണെന്നൊക്കെ പറഞ്ഞു. ദെൻ അതിൻ്റെ മാനേജ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു, മാനേജ്മെൻറ്റിൻ്റെ പർപ്പസ് എന്താണ്, അതിൻ്റെ നീഡ്സ് എന്താണെന്ന് പറഞ്ഞു. ദെൻ വാട്ട് ഈസ് കൺസർവേഷൻ ഓഫ് വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞു, അതിൻ്റെ പോയിൻറ്റ്സ് പറഞ്ഞു. ദെൻ ഫോറസ്റ്റിനെ പറ്റിയിട്ടും അതിൻ്റെ കൺസർവേഷനെ പറ്റിയിട്ടും പറഞ്ഞു. ദെൻ വി ആർ ഓൾസോ ഡീലിംഗ് വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ദെയർ ടൈപ്സ്. പിന്നീട് നമ്മൾ കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് പറഞ്ഞു, അതിൻ്റെ മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ നമ്മൾ ഡീഫോറസ്റ്റേഷൻ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ എഫക്ട്സ്, അഡ്വേഴ്സ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ദെൻ വാട്ടർ റിസോഴ്സസിനെ പറ്റി പറഞ്ഞു, ആ വാട്ടർ റിസോഴ്സ് എന്താണെന്ന് പറഞ്ഞു. അതിൽ വൺ ഓഫ് ദ വാട്ടർ റിസോഴ്സ് ഈസ് ഡാം. ആ ഡാമിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഓൾസോ പറഞ്ഞു. ഓൾസോ വി ആർ ഡീലിംഗ് വിത്ത് ഡിസഡ്വാൻറ്റേജസും നമ്മൾ പറഞ്ഞു. ദെൻ വി ആർ ഡീലിംഗ് വിത്ത് പൊല്യൂഷൻ ഓഫ് വാട്ടർ. എന്തൊക്കെയാണ് പൊല്യൂട്ടഡ് വാട്ടർ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. പിന്നെ ഗംഗ ആക്ഷൻ പ്ലാൻ GAP നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ദെൻ ഗ്രൗണ്ടിൽ വാട്ടർ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് പറഞ്ഞു. Then finally we are dealing with the fossil fuel, that is also another natural resource. We mainly deal with coal and petroleum, and also deal something
about coal and petroleum and their importance. And finally we are dealing with the methods of conservation of fossil fuels. Some methods are also dealt. And after the completion of the natural resources, we find a ways to protect our environment. Mainly three R's are there: reduce, recycle and reuse. Okay, finally we are again explain about what is sustainable management. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാവുമ്പോഴാണ് ഈ ചാപ്റ്റർ ഫിനിഷ് ചെയ്യുന്നത്. ഐ തിങ്ക് ഓൾ ഓഫ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ് വെരി വെൽ. So read it again and again and understood it well. If you have any doubt, share with me. So this is the time to wind up. Let us wind up this session and see you in next class. Have a nice day.